അച്ഛൻ ഇവിടെ നിന്നു, അച്ഛൻ ക്ഷേത്രത്തിൽ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ വന്ന് സമാധിയായത്. എന്നിട്ട് അച്ഛൻ അപ്പം പറഞ്ഞോ നിങ്ങളോട്? പറഞ്ഞു എന്താ പറഞ്ഞു? പോവുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്ന് മരുന്ന് ഗുളിക അച്ഛന് BP ഷുഗറും ഉണ്ട്. BPക്കുള്ള ഗുളികയും കഴിച്ചു. ഇതിനെല്ലാം കഴിച്ച് പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് അച്ഛൻ സമാധി ഇരുന്നത്. ഇവിടെ പുതുക്കോടിയൊക്കെ തട്ടി എല്ലാം ശിവമയം ഇത്ര തന്നെ എല്ലാം. പുതിയ അച്ഛൻ തന്നെ കൊടുത്ത് പത്മാസനത്തിലാണ് ഇരുന്നത്. കിഴക്കോട്ട് ദർശനമാണ് അച്ഛൻ കിഴക്കോട്ടാണ് ഇരിക്കുന്നത്. ഇത് മയിലാടി നിന്നൊക്കെ അതിൻ്റെ കല്ലൊക്കെ അച്ഛൻ ഓർഡർ ചെയ്ത് നേരത്തെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പീഠമൊക്കെ നേരത്തെ അച്ഛൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അച്ഛന് ഈ ഷുഗറിൻ്റെ BP പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഈ പഞ്ചാമൃതം കഴിച്ച് ഷുഗർ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരുമല്ലോ. അച്ഛൻ കേരള ചുമട്ട് തൊഴിലാളിയായിരുന്നു. അച്ഛൻ കഷ്ടപ്പെട്ട് പിന്നെ ചുമട്ട് തൊഴിൽ അച്ഛൻ ഒരുപാട് ജോലികളെല്ലാം ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ അമ്പലം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാത്തതിൻ്റെ ഒരു ദേഷ്യം അവർക്കുണ്ട്. അച്ഛൻ അത്രയ്ക്ക് യാതനകൾ സഹിച്ച് ഈ അമ്പലം വയ്ക്കാൻ. അപ്പം തിരിച്ചു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മക്കളെന്ത് ചെയ്യുക? ഞാൻ ഇപ്പം ഭഗവാന്റെ പൂജ ചെയ്തിട്ട് നമ്മുടെ ഉപജീവനം എന്ന് പറഞ്ഞാൽ പശു വളർത്തി മിച്ചം കിട്ടുന്ന പൈസ കുറച്ച് പാല് ഭഗവാൻ അഭിഷേകത്തിന് എടുത്തിട്ട് മിച്ചം കിട്ടുന്ന പൈസ എടുത്താണ് നമ്മുടെ ഉപജീവനം. പശു വളർത്തലാണ് എൻ്റെ ഇത്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ കമ്പനി മാരുതിയിൽ വർക്ക് ചെയ്യാണ്. ഇവിടെ നേമത്ത് ഇൻഡസ്ട്രിയിൽ വർക്ക്. ഈ അച്ഛനിവിടെ സമാധിയാവുന്ന സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്ന ആരെയും വിളിച്ചില്ലേ? വീട്ടിലുണ്ടായിരുന്ന എങ്ങനെ സമാധിയായി 11:30 ശേഷം ഞാൻ അമ്മയും എൻ്റെ വൈഫിനെയും കൊണ്ടുവന്ന് തൊഴിപ്പിച്ചിട്ട് ഉടങ്ങ അങ്ങ് പറഞ്ഞു വിട്ട്. അവർ വന്നപ്പോൾ ജീവൻ അവർ കണ്ടു? ഇല്ല. അപ്പോൾ സമാധിയായി അച്ഛൻ. അതിനുശേഷമാണ് ചടങ്ങുകളൊക്കെ കഴിക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് ചടങ്ങുകളുണ്ടായിരുന്നു. സമാധിയുടെ ചടങ്ങ് എത്ര മണിക്ക് ഇവിടെ ചടങ്ങ് തുടങ്ങി? 11:30 കഴിഞ്ഞുടൻ തുടങ്ങി. ഇവിടെ 11:30 തുടങ്ങിയതിന് ശേഷം പിന്നെ പോയി സാധനങ്ങൾ അതിൻ്റെ പൂജാദ്രവ്യങ്ങൾ വാങ്ങാണ്ടായിരുന്നു. സുഗന്ധദ്രവ്യങ്ങളും കർപ്പൂരവും ഭസ്മവും അതും ഇതെല്ലാം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വച്ചിട്ട് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത്. നിങ്ങൾ രണ്ടും മാത്രമാണ്? നമ്മൾ രണ്ട് മാത്രമാണ്, ഞാനും എൻ്റെ ചേട്ടനും. അപ്പം നിങ്ങളുടെ വേറെ ആരും ഇത് സമാധിയുടെ ചടങ്ങ് കാണാൻ പാടില്ല. ഇത് വേദശാസ്ത്ര തത്വമാണ്. ഇത് സമാധി ചെയ്യുന്ന ഒരാളെ വേറൊരാൾ കാണാൻ പാടില്ല. വെളിയിൽ നിന്ന് ഒരാൾ കറക്റ്റായിട്ട് ഇത് കാണാൻ പാടില്ല. അതാണ് ഈ സമാധിയുടെ തത്വം. കണ്ടു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്. ആ സമയത്തുള്ള ചൈതന്യം ഭയങ്കരമാണ്. നമുക്കാർക്കും പ്രവചിക്കാൻ പോലും പറ്റില്ല. അത്ര ഭയങ്കര സമാധിയാകുമ്പോൾ ഭയങ്കര ചൈതന്യമാണ്. പിന്നെ ഇതിന് വേണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് ആൾക്കാർ ഇതിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന്. പക്ഷെ അതിൻ്റെ മഹാഭാവം ഇതിനു വേണ്ടി ആരെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അവരെല്ലാം അനുഭവിച്ചിട്ട് തീർച്ചയായിട്ടും അനുഭവിക്കും. കാര്യം ചെയ്യുന്നത് മഹാഭാവമാണ്. അപ്പം വേദന എടുക്കുന്നുണ്ടായിരുന്നോ? ഇല്ല. അച്ഛൻ സ്വന്തമായിട്ട് തൻ്റെ പ്രാണായാമം, അതായത് ഈ ഓരോ ചക്രങ്ങളും ഈ 6 ആധാര ചക്രങ്ങൾ ഉണർത്തിയാണ് അച്ഛൻ സമാധിയിലേക്ക് ലയിക്കുന്നത്. 6 ആധാര ചക്രങ്ങൾ ഉണർത്തിയാണ് അച്ഛൻ സമാധിയിലേക്ക് പോകുന്നത്. അച്ഛന് സ്വന്തമായിട്ട് കോമ്പൈ സിദ്ധാശ്രമമുണ്ട് മരുത്തോമല. അതിന് അയ്യാവൈണ്ടർക്ക് അച്ഛൻ ദാനമായി നൽകിയിട്ടാണ് അച്ഛൻ ഇവിടെ ക്ഷേത്രങ്ങൾ തുടങ്ങുന്നത്. സ്വന്തമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളുടെ ആളാണ്. അച്ഛൻ എത്ര വയസ്സുണ്ടായിരുന്നു? ഇപ്പം 78 ആയി. അച്ഛൻ എപ്പോഴാണ് ഞാൻ സമാധിയാവുമെന്ന് വീട്ടിൽ പറഞ്ഞേ? അച്ഛന് സമാധിയുടെ ലക്ഷണങ്ങൾ നേരത്തെ അറിയാം, ഇന്ന ദിവസം ആവുന്നു. പക്ഷേ അച്ഛൻ ആരുടെ നമ്മുടെ അടുത്ത് അങ്ങനെ പെട്ടെന്ന് പറയത്തില്ല, വിഷമം ഉണ്ടാവുന്ന രീതി പറയില്ല. അപ്പം അതുകൊണ്ടാണ് അച്ഛൻ നേരത്തെ മയിലാടി അറിയില്ല, കന്യാകുമാരി, അവിടെ നിന്ന് ഈ കല്ലും തിളക്കല്ലും പത്മപീഠങ്ങളെല്ലാം നേരത്തെ കൊണ്ടുവന്നു. അച്ഛൻ നേരത്തെ കൊണ്ടുവന്ന് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അച്ഛൻ ഇവിടെ ഇരുന്നാണ് ധ്യാനിക്കുന്നത്. ഈ പേരാലിൻ്റെ മൂട്ടിലിരുന്നാണ് അച്ഛൻ ധ്യാനം എല്ലാ ദിവസവും ധ്യാനിക്കും. ഈ പേരാലിൻ്റെ മൂട്ടിലിരുന്ന അച്ഛൻ്റെ ധ്യാനം. ഇവിടെ ഇരുന്ന് തന്നെ എനിക്ക് സമാധിയാവണം നേരത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. സമാധിയാകുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നാണ് സമാധിയാവുന്നു അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് അച്ഛൻ്റെ ജീവൻ പോയി എന്നറിയാൻ ഡോക്ടർമാർ വല്ലതും പറയണ്ടേ? അങ്ങനെ പാടില്ല. അതായത് അച്ഛൻ്റെ ജീവൻ പോകുമ്പോൾ നമ്മൾ തൻ്റെ സ്പന്ദനാടി, ആ നാടി ഇടുപ്പ് നിൽക്കും, തൻ്റെ ശ്വാസം നിൽക്കും, ശ്വാസം കാണത്തില്ല, വയറ്. നമുക്കിതൊക്കെ കൃത്യമായിട്ടും ആ പ്രാണൻ പോകുന്ന സമയത്ത് ഞാൻ ക്ഷേത്ര പൂജാരിയാണ്, എനിക്കറിയാൻ പറ്റും. ഞാൻ പൂജാരി ആയതുകൊണ്ട് നമുക്ക്, അതായത് വിഗ്രഹത്തിലേക്ക് തൻ്റെ ആത്മാരാധന, പീഠപൂജ, ന്യാസം, വ്യാപകം, പഞ്ചകം, എല്ലാ പൂജാതി കർമ്മങ്ങളും ചെയ്യുന്നത് കൊണ്ട് ഒരു വിഗ്രഹത്തിലേക്ക് എങ്ങനെ ചൈതന്യം കൊണ്ടുവരാം, ജീവചൈതന്യം കൊണ്ടുവരാൻ എന്ന് പറയുന്നത് എനിക്ക് അറിയാൻ പറ്റും. ഒരു പൂജാരിക്ക് സംബന്ധിച്ചോളം രാജസേന സിമെന്റും കമ്പിയൊക്കെ നേരത്തെ കൊണ്ടുവന്നു. കമ്പിയൊന്നും ഇട്ടില്ല. കമ്പിയല്ല, അടിയിൽ പത്മപീഠം
അത് കല്ല്, മയിലാടി കല്ല്, കൃഷ്ണശില എന്ന് പറയും. ശിലയിട്ട് അതിൻ്റെ കൃഷ്ണശില പത്മപീഠം. അതെ അതെ, സമാധി. അതായത് ഈ ക്ഷേത്രത്തിൽ ഇനി ഇവിടുത്തെ ആചാര്യഗുരു ആയതുകൊണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ മന്ത്രമൂർത്തിയാണ്, യോഗീശ്വരനാണ്. ഇനി മുതൽ ഈ ക്ഷേത്രത്തിൻ്റെ യോഗീശ്വരനാണ്. ഇനി ഇവിടെയാണ് പൂജ നടക്കുക? ഇനി അല്ല, ഭഗവാൻ അവിടെ പൂജയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ യോഗീശ്വരനാണ് ഇനി. അപ്പോൾ യോഗീശ്വരനായതുകൊണ്ട് ഇനി ഇതിൽ 41 ദിവസം പൂജ കഴിച്ച് മയിലാടിയിൽ നിന്ന് ശിവലിംഗ പ്രതിഷ്ഠ കൊണ്ടുവരും. അത് ഷടാധാരം ചെയ്ത് ഇവിടെ പ്രതിഷ്ഠിക്കും. പ്രതിഷ്ഠാകർമ്മങ്ങളുണ്ട്, ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്താണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ ചെയ്യണം. അതായത് ഇനി ഇതിൽ പിന്നെ ഓർഡർ കൊടുക്കണം, ഇതിൻ്റെ സമാധിയിൽ വയ്ക്കുന്ന ശിവലിംഗം പ്രത്യേകം ഉണ്ട്. അപ്പോൾ അത് കണക്കാക്കി അതും ചെയ്ത് ഇതിലിവിടെ കൊണ്ടുവന്ന് ഷടാധാരം ചെയ്ത് അഷ്ടബന്ധം ചെയ്ത് ഈ ലിംഗപ്രതിഷ്ഠ ചെയ്യും. 41 ദിവസം കഴിയണം ഇത്. അല്ല, ഈ ഇന്നലത്തെ ഈ ചടങ്ങ് പൂർത്തിയാക്കാൻ എത്ര സമയം എടുത്തു? 3:30 വരെ എടുത്ത്. അതായത് വെളുപ്പാങ്കാലം ബ്രാഹ്മ മുഹൂർത്തമായ 3:30 വരെ എടുത്തു.